ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഈ വീക്കിലെ ട്രേഡിങ് സ്റ്റാർട്ടിങ് ഇപ്പോൾ മുഹൂർത്ത ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള അപ്ഡേഷൻ നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് ഓപ്ഷൻ ഹെഡ്ജിങ്ങിൻ്റെ ഒരു 1-2 സ്ട്രാറ്റജീസാണ്. ഒരെണ്ണം ക്രെഡിറ്റ് സ്പ്രെഡും നമുക്ക് പിന്നെ ഡെബിറ്റ് സ്പ്രെഡ് എന്നും പറയും. അപ്പോൾ നമുക്കതിൽ ഇപ്പോൾ ഓപ്ഷൻസൊക്കെ നമുക്ക് നേക്കഡായിട്ടൊക്കെ നമുക്ക് വൺ സൈഡ് മാത്രം ബൈ ചെയ്തിട്ട് തന്നെ റിസ്ക് ആയിരിക്കും. അത് നമ്മുടെ ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആയിരിക്കും, ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ ലോസും ആയിരിക്കും. പിന്നെ അതിന് തീറ്റ ഡീക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനെ ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കതെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു ഹെഡ്ജിങ് മെത്തേഡിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ ലോസ് നമുക്ക് കറക്റ്റ് ആയിരിക്കും, ലോസ് നമുക്ക് ലിമിറ്റ് ആയിരിക്കും, അതേപോലെ പ്രോഫിറ്റ് നമുക്ക് ഏകദേശം ഫിക്സഡ് ആയിട്ട് കിട്ടുകയും ചെയ്യും. നമുക്കത് പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതാണ് ഓപ്ഷൻ ഹെഡ്ജിങ്ങിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഫസ്റ്റത്തെ ക്രെഡിറ്റ് സ്പ്രെഡിൻ്റെ കാര്യമാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ ഏഞ്ചൽ പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഏതിലേക്ക് ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം, കാരണം വീഡിയോ അധികം നീട്ടിപ്പിക്കുന്നില്ല. അപ്പോൾ F&O എന്നുള്ള ഓപ്ഷൻ ഉണ്ട് മുകളിൽ പ്ലാറ്റ്ഫോമിൽ, അത് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് പോകുമ്പോൾ കണ്ടോ നമുക്കിതിൽ സ്ട്രാറ്റജി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ സ്ട്രാറ്റജിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് സ്വന്തമായിട്ട് സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് കോസ്റ്റ്യൂം സ്ട്രാറ്റജി എന്നുള്ള ഇത് കണ്ടോ, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടോ ഇതിൽ ഓരോ സ്ട്രൈക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ വരും. കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ, ലെഫ്റ്റ് സൈഡിൽ കോൾ ഓപ്ഷനും മുകളിൽ കണ്ടോ പുട്ട് ഓപ്ഷനും കാണിക്കും. അപ്പോൾ നമുക്കിതിൽ ഞാനിപ്പോൾ ക്രെഡിറ്റ് സ്പ്രെഡാണ് പറയാൻ വന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് ഞാൻ സെലക്ട് ചെയ്തിട്ട് എത്രത്തോളം പ്രോഫിറ്റും എത്രത്തോളം ലോസും വരും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് 25,600 കോൾ ഓപ്ഷൻ 314 ഇതിൽ കാണാം. അതേപോലെ 25,700 കോൾ ഓപ്ഷൻ 236. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, പക്ഷെ അതിൽ നമുക്ക് പ്രോഫിറ്റ് ലോസ് വരുന്നതും അതിനനുസരിച്ച് അടിസ്ഥാനമാക്കിയായിരിക്കും. അപ്പോൾ 100 പോയിൻറ്റ് ഡിഫറൻ്റ് ഉള്ളതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 25,600 ഒരു കോൾ ഓപ്ഷൻ ഞാൻ സെല്ല് ചെയ്തു. ഓക്കെ, ഒരു ലോട്ട് സെല്ല് ചെയ്തു. അതിനുശേഷം നമുക്കിപ്പോൾ സെല്ല് ചെയ്തു, ഇത് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ലോസ് ആയിരിക്കും വരുന്നത്. നമുക്ക് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഞാനൊരു ഹെഡ്ജിങ് കൊടുത്തു, ഒരു ബയ്യും കൊടുത്തു. ഇപ്പോൾ 25,700 100 പോയിൻറ്റ് ഡിഫറൻ്റ് ഉള്ള ഒരു ബയ്യും കൊടുത്തു. അപ്പോൾ നമുക്കിത് 314 കയറി പോവുകയാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ലോസ് വരുന്നത് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ബയ്യ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിത് ഓരോ ലോട്ട് വെച്ച് പ്രൊസീഡ് കൊടുത്തു. ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഇതിൽ കണ്ടോ, നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്കിതിൽ മാക്സിമം വരുന്ന പ്രോഫിറ്റ് വരുന്ന മാക്സിമം 5,880 മാക്സിമം പ്രോഫിറ്റും മാക്സിമം ലോസ് വരുന്നത് 1,680 ഓക്കെ കണ്ടോ. അപ്പോൾ നമുക്കിതിൽ മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ട്രെൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 300-400 പോയിൻ്റൊക്കെ ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് സുഖമായിട്ട് ഇത് പ്രോഫിറ്റിലേക്ക് വരും. അഥവാ നമുക്ക് മാർക്കറ്റ് എത്ര രീതിയിലായാലും അൺലിമിറ്റഡ് ആയിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് പോയാലും മാക്സിമം നമുക്ക് വരുന്നത് ലോസ് 1,650 രൂപയെ നമുക്ക് മാക്സിമം ലോസ് വരുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷെ നമുക്കിതിൽ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ 5,800 വന്നൊന്നുമില്ല, നമുക്ക് 2,000-3,000 ഒക്കെ പ്രോഫിറ്റ് വരുമ്പോൾ നമുക്കത് എക്സിറ്റ് അടിച്ച് മാറി നമുക്കത് പ്രോഫിറ്റ് എടുക്കാവുന്നതാണ്. കാരണം നമുക്കിതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ അത് കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രേഡർമാർക്കേ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെയാണ് നമുക്ക് ക്രെഡിറ്റ് സ്പ്രെഡ്. അതായത് നമുക്ക് വലിയ പ്രീമിയം സെല്ല് ചെയ്തിട്ട് ചെറിയ പ്രീമിയം നമുക്ക് ബൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തീറ്റ ഡിക്ക് കുറഞ്ഞ് വരുമ്പോഴാണ് നമുക്കിതിൻ്റെ പ്രോഫിറ്റ് വരുന്നത്. കാരണം കേട്ടോ 300 ആ പ്രീമിയം കണ്ടോ 314 പ്രീമിയം ടോട്ടൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും ഇവിടെ 236 ഉള്ളൂ. അപ്പോൾ 236 മൈനസ് 314 പോയാലും നമുക്ക് മാക്സിമം ഒരു 10-80 പോയിൻറ്റോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അത് നമുക്ക് ക്രെഡിറ്റ് ആവും. ഓക്കെ, 80 പോയിൻറ്റോളം. അപ്പോൾ ആ 80 പോയിൻ്റാണ് നമുക്കിവിടെ പ്രോഫിറ്റായിട്ട് കാണിക്കുന്നത്, 5,850 ആ ഡിഫറൻറ്റ്. അപ്പോൾ അതാണ് നമുക്കിതിന് ക്രെഡിറ്റ് സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അടുത്തൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡെബിറ്റ് സ്പ്രെഡാണ്. ഇത് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്കിത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത് നമുക്കൊരു ഡയറക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മാർക്കറ്റ് ഡൗണിലേക്ക് വരുമെന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇത് എടുത്തിടാം. അപ്പോൾ നമുക്കത് പ്രോഫിറ്റ് കൺഫേം ആണ്.
അഥവാ നമ്മുടെ ഓപ്പോസിറ്റ് പോയാലും നമുക്ക് പേടിക്കാനില്ല. പക്ഷേ നമുക്ക് ഈ ലോസ് വരുന്നതിൻ്റെ 3 ഇരട്ടിയാണ് നമുക്കിവിടെ പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെയും കുറേ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് ചെയ്യാനായിട്ടുള്ള മാർജിൻ ഇതിൻ്റെ താഴത്ത് കാണിച്ചിട്ടുണ്ട്. 65,118 രൂപ നമുക്ക് ഇതിൽ മാർജിൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാവർക്കും വീഡിയോ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ ഓരോ ദിവസവും ഈ ചാനലിൽ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നാളെ ഇന്ന് ക്രെഡിറ്റ് സ്പ്രെഡാണ് പറഞ്ഞത്, നാളെ നമുക്ക് ഡെബിറ്റ് സ്പ്രെഡ് പറയാം ഏത് രീതിയിലാണ്. പിന്നെ ഓരോ ഓപ്ഷൻ സ്ട്രാറ്റജീസൊക്കെ ഉണ്ട്, നമുക്ക് ഓരോ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ, ഒരുപാട് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേണ്ട രീതിയിൽ എന്തെങ്കിലും കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഓരോ ദിവസവും ഓരോ സ്ട്രാറ്റജീസിൻ്റെ വീഡിയോസ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജീസ് ഉണ്ട്, അത് നമുക്ക് ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ചാനലിൽ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അത് സക്സസ് ആയിട്ടുള്ള സ്ട്രാറ്റജീസാണ്. അതായത് ഞാനത് ഇത് നമുക്ക് വഴിയെ പഠിക്കാം. വരുമ്പോൾ ഈ ലൈൻസൊക്കെ വരച്ചിട്ട് നമുക്ക് കറക്റ്റ് ആ ഒരു സപ്പോർട്ടിൽ വന്നിട്ട് നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്കത് ടാർഗറ്റിലേക്ക് ഒരു പ്രോഫിറ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ ഗ്രീൻ ലൈൻ സപ്പോർട്ടാണ്, അത് തിരിച്ച് അവിടെ ടച്ച് ചെയ്തിട്ട് എൻട്രി എടുക്കാം. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് വിശദമായിട്ട് നമുക്ക് ഞാൻ ചാനലിൽ പറയാം. എന്തായാലും നല്ല അക്യുറസി ഉള്ള സ്ട്രാറ്റജീസാണ് ഇതൊക്കെ. അപ്പോൾ എന്തായാലും അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് ഓപ്ഷൻ ഹെഡ്ജിങ്ങിൻ്റെ വീഡിയോ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ കാണാം നമുക്ക്.